കൊച്ചിയിലെ എടയാർ വ്യവസായ മേഖലയിൽ പ്രവർത്തിക്കുന്ന SR എന്റർപ്രൈസസ്, രാമാനന്ദ് ഇലക്ട്രോകോട്സ്, TMV നാച്ചുറൽ ഓയിൽസ് ആൻഡ് എക്സ്ട്രാസ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്നീ സ്ഥാപനങ്ങൾക്കാണ് അടച്ചുപൂട്ടാൻ നോട്ടീസ് നൽകിയിരിക്കുന്നത്. പ്രാഥമിക പാഴ്ജല സംസ്കരണ പ്ലാന്റ് പ്രവർത്തിക്കാത്തതിനെ തുടർന്നാണ് നടപടി. സുപ്രീം കോടതി നിർദ്ദേശപ്രകാരം മലിനീകരണ നിയന്ത്രണ ബോർഡ് നടത്തിയ പരിശോധനയിലാണ് വീഴ്ച കണ്ടെത്തിയത്. IRE, TTC, CMRL, ഫാക്ട് ഉൾപ്പെടെ 11 വ്യവസായ സ്ഥാപനങ്ങളിലാണ് ഇന്ന് പരിശോധന നടന്നത്. മലിനീകരണ നിയന്ത്രണ ബോർഡിലെ എൻവയോൺമെന്റൽ എഞ്ചിനീയർ ത്രിദീപ് കുമാറിന്റെ നേതൃത്വത്തിലായിരുന്നു പരിശോധന. 3 കമ്പനികളിൽ ഈ പ്രാഥമിക പാഴ്ജല ശുദ്ധീകരണ സംവിധാനം ഇല്ലെന്ന് കണ്ടെത്തി. അത് സുപ്രീം കോടതി വിധിപ്രകാരം അതിന് അടച്ചുപൂട്ടൽ നോട്ടീസ് കൊടുക്കേണ്ടതാണ്. അത് കൊടുത്തു. എടയാർ വ്യവസായ മേഖലയിൽ നടക്കുന്ന പരിശോധന തടയുന്നതിനുള്ള ശ്രമവും സ്വകാര്യ കമ്പനികളുടെ ഭാഗത്തുനിന്ന് ആരംഭിച്ചിട്ടുണ്ട്. പരിശോധനയ്ക്ക് നേതൃത്വം നൽകുന്ന ഉദ്യോഗസ്ഥനെതിരെ മലിനീകരണ നിയന്ത്രണ ബോർഡ് ചെയർമാൻ തന്നെ പോലീസിൽ പരാതി നൽകി. ഔദ്യോഗിക രേഖകൾ ചോർത്തിയെന്നാരോപിച്ചാണ് പരാതി. ഇത് വ്യവസായ ലോബിയുടെ സമ്മർദ്ദത്തെ തുടർന്നാണെന്ന് ആരോപണം ഉയർന്നിട്ടുണ്ട്. കാതികൂടം ആക്ഷൻ കൗൺസിലിന്റെ ഇടപെടലും മലിനീകരണ നിയന്ത്രണ ബോർഡിന്റെ പരിശോധനയ്ക്ക് കാരണമായിട്ടുണ്ട്. വരും ദിവസങ്ങളിൽ ഈ മേഖലയിൽ പരിശോധന തുടരും. മലിനജല സംസ്കരണ പ്ലാന്റില്ലാതെ പ്രവർത്തിക്കുന്ന സ്ഥാപനങ്ങളുടെ വൈദ്യുതിയും വെള്ളവും വിച്ഛേദിക്കാനാണ് സുപ്രീം കോടതിയുടെ നിർദ്ദേശം. JNS രാജു, മാതൃഭൂമി ന്യൂസ്, കൊച്ചി.